ഹലോ കൂട്ടുകാരെ, ആദർശിൻ്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ഓഫീസിൽ നിന്ന് വന്ന ഉടനെ തന്നെ നയനയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇന്നലെ നല്ലൊരു ഡിസൈൻ അല്ലേ ക്ലയൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്, അത് അവർക്ക് ഒരുപാട് ഇഷ്ടമായി. കോടികളുടെ പ്രൊജക്റ്റാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1% പ്രോഫിറ്റെങ്കിലും നിനക്ക് തരണ്ടേ നയനെ? ഇത് 10 പവൻ്റെ ഒരു നെക്ലേസ് ആണ്. എങ്ങനെയുണ്ടെന്ന് നോക്ക്, നിനക്ക് ഇഷ്ടമായെന്നൊക്കെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അത് നയനയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കണ്ട് കലികേറി നിൽക്കുകയാണ് അനാമിക. അനാമിക ഉടനെ തന്നെ നവീനെ വിളിച്ചോണ്ട് വന്നിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അനിയത്തിക്ക് ആദർശേട്ടൻ കൊടുത്ത സമ്മാനം കണ്ടില്ലേ? 10 പവൻ്റെ മാലയാണത്. നമുക്കും ഉണ്ട് ഇവിടെ ഭർത്താക്കന്മാര്. 1/4 പവൻ്റെ സ്വർണം വാങ്ങാൻ ഗതിയില്ലാത്തവന്മാര്. ആദർശേട്ടൻ ചതിയനായിട്ടും നിങ്ങളുടെ അനിയത്തി ഉണ്ടല്ലോ, അയാളെ ഉപേക്ഷിക്കാത്തതിന്റെ കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നൊക്കെ ഇങ്ങനെ അനാമിക നവ്യനെ ചൂട് പിടിപ്പിക്കാനായിട്ട് ഓരോന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ചതിയന്റെ കയ്യിൽ നിന്ന് നയനെ ആ മാല വാങ്ങാൻ പാടില്ലായിരുന്നു അനാമികയെ. ഞാനായിരുന്നെങ്കിൽ ആ മാല ആദർശന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അവൾ അങ്ങനെയൊക്കെ താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ടാ എനിക്ക് അവളോട് ഇപ്പൊ വെറുപ്പ് തോന്നുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ റൂമിലോട്ട് പോവുകയാണ് നവ്യ. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, എടാ ആബി, നീ അറിഞ്ഞോ ഓഫീസിലെ പണമൊക്കെ നിന്റെ ഏട്ടൻ ഇപ്പൊ ദൂർത്തടിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് 10 പവന്റെ ഒരു മാലയാ അയാൾ എന്റെ അനിയത്തിക്ക് കൊടുത്തത്. നീയും ആ ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നത്, എന്നിട്ട് 1 പവന്റെ മാലയെങ്കിലും നീ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ? ആദർശേട്ടൻ വഞ്ചകനാണെങ്കിലും നയനയുടെ കാര്യത്തിൽ അയാൾ ഒരു കുറവും വരുത്തുന്നില്ലല്ലോ. നാളെ അയാൾ ചന്തുമോക്ക് 10-20 പവന്റെ മാല എടുത്ത് കൊടുക്കില്ലെന്ന് ആര് കണ്ടു? അതിനു മുമ്പ് നീ ആ ജ്വല്ലറിയിൽ എടുക്കാവുന്നതൊക്കെ എടുത്ത് എനിക്ക് കൊണ്ട് താ അബി. ഞാനും ആ നയനയെ പോലെ വലിയ പണക്കാരിയെ പോലെ ഒന്ന് ജീവിച്ചോട്ടെ. ഇപ്പൊ എൻ്റെ ഈ വീട്ടിലെ സ്ഥാനം വേലക്കാരിയേക്കാൾ കഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ, നയനേക്കാൾ വിലപിടിപ്പുള്ള മാലയായിരിക്കണം നീ എനിക്ക് സമ്മാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നവ്യ. ഇത് കേൾക്കുമ്പോഴേക്കും അബിക്ക് ദേഷ്യം വരികയാണ്. ഇത് കേട്ട് അബി ആകെ ഷോക്കായി നിൽക്കുകയാണ്. പിന്നെ ഒരിക്കൽ ജ്വല്ലറിയിൽ കയറി മാല മോഷ്ടിച്ചതിന്റെ പെടാപ്പാട് അത് ഇപ്പോഴും പിടിക്കപ്പെടുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുക ഞാൻ. അതിൻ്റെ ഇടയിലാണ് ഇപ്പം പിന്നെയും ഇവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ മാല മോഷ്ടിക്കാൻ തന്നെ കയറിയത്. പിന്നെ നിനക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോയി കിടക്കാനൊന്നും എന്നെ കിട്ടില്ല നവ്യേ. നിനക്ക് മാലയല്ലേ വേണ്ടത്, അതിന് വേറൊരു മാർഗ്ഗം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ അബി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇതൊന്നും അറിയാതെ നവ്യ അബിയുടെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള മാല കിട്ടുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നയനയും ആദർശം പുറത്തുപോയ സമയത്ത് ചന്തുമോൾ ആകെ ബോറടിച്ച് കുഞ്ഞാവയോടൊപ്പം കളിക്കാനായിട്ട് നവ്യയുടെ റൂമിലോട്ട് വരികയാണ്. അവിടെ ഇട്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ചന്തുമോൾ കുഞ്ഞിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ സമയത്താണ് അത് കണ്ടുകൊണ്ട് നവ്യ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നീ എന്താടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാ നീ നീ എൻ്റെ മുറിക്കകത്ത് കയറിയത്? അതും പറഞ്ഞിട്ട് എൻ്റെ കുട്ടിയുടെ കളിപ്പാട്ടം എടുത്തുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ കുഞ്ഞിനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നവ്യ. നിനക്ക് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു തരാൻ ഈ വീട്ടിൽ എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാടി ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ച് നവ്യ ചന്തുമോളെ അടിക്കുകയാണ് കേട്ടോ. ആൻറ്റി, എന്നെ അടിക്കല്ലേ, ഞാൻ കളിപ്പാട്ടങ്ങൾ എടുത്തോണ്ട് പോയതല്ല, അത് വെച്ച് കുഞ്ഞുവാവനെ കളിപ്പിച്ചാന്ന് പറയുകയാണ് കേട്ടോ. എൻ്റെ അനിയനല്ലേ ഇത്, ഞാൻ ഇവൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ വന്നതാ, ഇവനെ ഒന്ന് കാണാൻ വന്നതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചന്തമോള് കരയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, എന്ത്, നിന്റെ അനിയനോ? നിനക്ക് അതിന് എവിടുന്നാടി അനിയൻ? നീ എവിടുന്ന വലിഞ്ഞു കയറി വന്ന ഒരുവളല്ലേ? എൻ്റെ കുഞ്ഞിൻ്റെ ചേച്ചിയാവുന്ന എങ്ങനെയാടി നീ? മേലാ നിന്നെ എൻ്റെ റൂമിൻ്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത്, കടക്കടി പുറത്തെന്നൊക്കെ പറഞ്ഞ് നവ്യ കുട്ടിയെ പിടിച്ചു വലിച്ച് റൂമിന് പുറത്താക്കിയാണ് കേട്ടോ. അത് കണ്ടോണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് വരികയാണ്. നവ്യെ, ചന്തുമോളുടെ കയ്യിൽ നിന്ന് വിട്. നീ എന്തിനാ ആ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നീ അവളുടെ കയ്യിൽ നിന്ന് വിട്. നീ ഇവളുടെ മരുമോളൊക്കെ ആയിരിക്കും, എന്നാലും ചന്തുമോളെ അടിക്കാനോ ഉപദ്രവിക്കാനോ നിനക്ക് അധികാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യയുടെ കൈ ആ കുഞ്ഞിന്റെ മേത്തുനിന്ന് വിടിയിപ്പിച്ച് ദേവേന ഈ കുഞ്ഞിനെ അടുത്തോട്ട് ചേർത്ത് നിർത്തുകയാണ്. അത് പറയാൻ വല്യമ്മയ്ക്ക് എന്താ അധികാരം? നിങ്ങൾ ചതിയനായ ഒരു മകനെയല്ലേ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യത പോലുമില്ല. ആദ്യം മക്കളെ എങ്ങനെ വളർത്തണമെന്ന് എൻ്റെ അമ്മായിമ്മയെ കണ്ട് നിങ്ങൾ പഠിക്കുക എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ നവ്യ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവാനിക്ക് ആകെ ദേഷ്യം വരികയാണ്. ദേവാനി ഉടനെ തന്നെ നമ്മുടെ നവ്യയുടെ മുഖത്തിനിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ അടി കിട്ടുമ്പോഴേക്കും തന്നെ നവ്യയുടെ മുഖമൊക്കെ ചുമന്ന് ആകെ നവ്യയുടെ കണ്ണിൽ കൂടെ പൊന്നീച്ച പറഞ്ഞു എന്ന് തന്നെ വേണം പറയാം. അങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നവ്യ. നിങ്ങൾ എന്നെ തല്ലിയല്ലേ, ഇത് ഞാൻ മുത്തശ്ശൻ്റെ അടുത്തും അബിയുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നെ തല്ലാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാവുള്ളേ? വന്ന് വന്ന് ഈ വീട്ടിൽ ആർക്കും തല്ലാനുള്ള ഒരു അടിമയെ പോലെയായി ഞാൻ എന്നൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നവ്യ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, എടി നീ ആരോട് വേണമെങ്കിലും പോയി പറഞ്ഞോ, അതിൻ്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നാലും എനിക്കൊരു പ്രശ്നമില്ല നവ്യെ. സഹിക്കാവുന്നതിലധികം ഞാൻ കേട്ട് കഴിഞ്ഞു. ഞാൻ മാത്രമല്ല, എൻ്റെ മോനും മരുമോളും എല്ലാം കേൾക്കുന്നുണ്ട് നിങ്ങളുടെ കുത്തുവാക്കുകളെല്ലാം. ഇനി പറ്റില്ല, എനിക്ക് എൻ്റെ അഭിമാനമാ വലുത്. ഇനി എൻ്റെ മോനെ പറ്റി ഒരു വാക്ക് നീ പറഞ്ഞാ നിന്റെ മറ്റേ കവള് ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനെ അകത്തോട്ട് കയറി പോവുകയാണ്. ഇതൊക്കെ മാറി നിന്ന് കണ്ടുകൊണ്ട് ചിരിക്കുകയാണ് അനാമികയും ജാനകിയും ജലജയൊക്കെ കൂടെ.
അപ്പോഴേക്കും അനാമിക ജാനകിയോട് പറയുന്നുണ്ട്, അവൾക്ക് 2 കിട്ടണമെന്ന് എനിക്ക് കുറച്ച് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ വല്യമ്മ തന്നെ 2 കൊടുത്തില്ലേ. വല്യമ്മ ഇപ്പൊ ചെയ്ത നല്ല കാര്യം തന്നെയാ. അതിൽ വല്യമ്മനെ അഭിനന്ദിക്കാ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിലും അവളുടെ അഹങ്കാരത്തിന് കുറച്ച് കുറവുണ്ടാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അതേ മോളെ, അവളുടെ അമ്മായിയമ്മ ജലജയ്ക്ക് സാധിക്കാത്ത കാര്യമാ ഇപ്പൊ ഏട്ടത്തി ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അവളുടെ അനിയത്തി നയനിക്കിട്ട് 2 കൊടുത്താൽ മതിയായിരുന്നു. ദേവേനെ അടിച്ചതിൻ്റെ ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ പിന്നെ നയന വന്നപ്പോഴേക്കും നയനയോട് നവ്യ പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ അമ്മായിയമ്മ ആയതുകൊണ്ട് മാത്രമാ ഞാൻ അവരുടെ തല്ല് സഹിച്ച് ഇവിടെ നിന്നത്. എനിക്ക് തിരിച്ചു കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല നയനെ എന്ന് നവ്യ പറയുമ്പോഴേക്കും, ചേച്ചി ഇക്കാര്യത്തിൽ നിങ്ങളെ മാത്രം ഞാൻ കുറ്റം പറയുള്ളൂ. ചേച്ചിയുടെ ഈ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആരായാലും ഇങ്ങനെ പൊട്ടിച്ചിട്ടേ പോവുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടുന്ന് പോവുകയാണ്. ദേഷ്യം വന്ന നവ്യ മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് ദേവേനെ അടിച്ച കാര്യങ്ങളൊക്കെ പരാതിയായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതിനവർക്ക് തക്ക ശിക്ഷ തന്നെ നൽകണം മുത്തശ്ശ. എൻ്റെ അമ്മായിമ്മ പോലും എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. ഇപ്പം നയനെ തല്ലാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ ദേഷ്യം മുഴുവൻ അവർ എന്നോടാണ് ഇപ്പം തീർക്കുന്നത്. ഇവിടുത്തെ മൂത്ത മരുമകളാന്നുള്ള അഹങ്കാരമാണ് ഇപ്പം അവർക്ക് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോഴേക്കും, ദേവയാനെ പറ്റി നിനക്കാ കൂടുതൽ എനിക്കറിയാം നവ്യ. അവൾ നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു കാരണവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നീ അത് മറന്നേക്ക് എന്ന് പറഞ്ഞിട്ട് മോൾ എന്ത് തെറ്റാണോ ചെയ്തതോ അത് ഇനി ആവർത്തിക്കാതെ ശ്രദ്ധിക്കുന്നൊക്കെ പറയുന്നുമുണ്ട്. അങ്ങനെ മുത്തശ്ശൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ്റെ അടുത്തും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ നവ്യ തിരിച്ച് റൂമിലോട്ട് തന്നെ വരികയാണ്. ആ സമയത്താണ് അഭി അങ്ങോട്ടേക്ക് വരുന്നത്. നീ ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോടാ? നിന്റെ ഭാര്യയെ മറ്റുള്ളവരെ തല്ലിക്കൊന്നാലും നീ നിന്റെ അമ്മയും ചോദിക്കില്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ആ വീട്ടിലെങ്കിലും എനിക്ക് കുറച്ച് വില കിട്ടുമല്ലോ, സ്വസ്ഥതയും സമാധാനവും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അഭി അവളെ തടയുന്നുണ്ട്. നീ സങ്കടപ്പെടാതെ നവ്യേ, വല്യമ്മ നിന്നെ അടിച്ചത് തെറ്റ് തന്നെയാണ്. ഞാനത് ചോദിക്കുന്നുമുണ്ട്. പിന്നെ നീ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. നീ എന്ന് പറഞ്ഞില്ലേ വിലപിടിപ്പുള്ള മാല വേണമെന്ന്. ദേ, ഇത് 10 പവൻ്റെ മാലയാണ്. ഈ മാല നീ ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് വല്ലതും ആരെങ്കിലും ഇത് എവിടുന്നാന്ന് ചോദിച്ചാൽ നീ പുറത്തു വല്ല കടയിൽ നിന്ന് മേടിച്ചാന്ന് പറഞ്ഞാൽ മതി. ഇതുപോലുള്ള ഡിസൈനൊക്കെ ഇപ്പം എല്ലാ ജ്വല്ലറിയിലും കാണും. ഇത് ട്രെൻഡിങ് അല്ലേ, അതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞ അബി ആ മാല നവിക്ക് ഇട്ട് കൊടുക്കുകയാണ്. 10 പവൻ്റെ മാല അണിയിച്ചറിൻ എനിക്ക് മട്ടൊന്നുമില്ല. ഇത് വെറും മുക്കുവണ്ടമാടി. ഇത് ജ്വല്ലറിയിലെ കട്ടൊന്നുമല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ഇത് തിരിച്ചറിയാനുള്ള ബോധമൊന്നും നിനക്കില്ല എന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ അബി മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ മാല കൊള്ളാമല്ലോ അബി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ഡിസൈൻ. നിനക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ആദർശേട്ടൻ നയനയ്ക്ക് കൊടുത്തതിനേക്കാളും നല്ല മാലയായി ഇത്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനിത് ബാക്കിയുള്ളവരെയൊക്കെ കാണിച്ചിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നവ്യ സന്തോഷത്തോടെ പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ ഇത് ജലജയും ജാനകിയും അനാമികയും ഒക്കെ കാണിക്കാനായിട്ട് പോവുകയാണ്. എന്നിട്ട് നയനേനും കാണിക്കണമെന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നവ്യ പോകുന്നത്. എന്നിട്ട് നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഡേ ഇത് കണ്ടോ, ഇത് അബി എനിക്ക് ഇന്ന് മേടിച്ചുകൊണ്ട് വന്ന മാലയാ. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, കണ്ടോ ഇത് എനിക്ക് അഭി സമ്മാനമായിട്ട് തന്നതാണ്. നിനക്ക് നിന്റെ ഭർത്താവ് സമ്മാനമായിട്ട് തന്നില്ലേ, അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ഇപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അഭി എനിക്ക് സമ്മാനിച്ചതായി ഈ മാല എങ്ങനെയുണ്ട്, നിന്റെ മാലയേക്കാൾ നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. നയന ചോദിക്കുന്നുണ്ട്, അല്ല അഭി ഇത്രയും വിലപിടിപ്പുള്ള മാല നിനക്ക് സമ്മാനമായിട്ട് തന്നോ, അതിന് അഭിക്ക് എവിടെ നിന്ന് ഇത്രയും കാശ് കിട്ടിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, അതൊന്നും എനിക്കതൊന്നും അറിയില്ല, ഞാൻ അതേപ്പറ്റി അന്വേഷിക്കാനും പോയില്ല. എനിക്കൊരു മാല വേണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അവൻ ഞാൻ പ്രതീക്ഷിച്ചാലും നല്ലൊരു മാല എനിക്ക് കൊണ്ട് തന്നു. കൂടുതലൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, അല്ലേ ചേച്ചി, അബിക്ക് ആകെ 50,000 രൂപയല്ലേ ശമ്പളമേ ഉള്ളൂ. അബി നമ്മുടെ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമല്ലേ ഇപ്പോൾ, എന്നിട്ടും അബിയുടെ കയ്യിൽ ഇത്രയും കാശ് എവിടെ നിന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇനി അബി നമ്മുടെ കമ്പനിയിൽ നിന്ന് വല്ല മോഷ്ടിച്ചതാണോ ഈ മാല എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ദേ നയനെ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. ഇത് അബി ജ്വല്ലറിയിൽ നിന്ന് മോഷ്ടിച്ചൊന്നുമല്ല. അവൻ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. അവൻ നന്നായി ഇതുപോലത്തെ ഡിസൈൻ ഇപ്പം മറ്റു ജ്വല്ലറികളിലൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ ഭർത്താവിനെ കള്ളനാക്കാനൊന്നും നോക്കണ്ട. എന്തായാലും നിന്റെ ഭർത്താവിനേക്കാൾ ഭേദവാ എൻ്റെ അബി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയനേനെ ഒന്ന് പരിഹസിച്ചിട്ട് പോകാൻ തിരിയുമ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ആദർശ് വരുന്നത്. അപ്പോഴേക്കും നവ്യ ആദർശിനോട് പറയുന്നുണ്ട്, നിങ്ങളെ കണ്ടത് നന്നായി. നിങ്ങളെ കൂടി ഈ മാല കാണിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മാത്രമല്ല വിലപിടിപ്പുള്ളതൊക്കെ കൊടുത്ത് ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ളത്. ഇത് എൻ്റെ അബി എനിക്ക് മേടിച്ചു തന്ന മാലയാ, എങ്ങനെയുണ്ടെന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ആ മാല ആദർശനെ ഊരി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് സ്വർണം തന്നെയാണോ, ഇത് എവിടുന്നാ വാങ്ങിച്ചത്, അല്ല ഇത് വാങ്ങാൻ മാത്രം അബിക്ക് എവിടുന്നാ കാശ്, വല്ല ബിസിനസ്സും ഉണ്ടോ അവന്, ഏതായാലും ഞാനിതൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആദർശ് ആ മാല വാങ്ങി നോക്കുകയാണ്. അപ്പോഴേക്കും മാല ഇങ്ങനെ ഉരച്ച് നോക്കുകയാണ് കേട്ടോ ആദർശ്. അപ്പോഴേക്കും നവ്യ ചൂടാവുന്നുണ്ട്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, എന്തിനാ ആ മാല നശിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, സ്വർണം കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. അവസാനം അത് സ്വർണ്ണമല്ലെന്ന് ആദർശ് തെളിയിക്കുകയാണ്. ദേ നവ്യ കണ്ടില്ലേ, സ്വർണം കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലായിരിക്കും,
എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സ്വർണ്ണമല്ലെന്നുള്ള കാര്യം. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഉരച്ചു നോക്കിയത്. ഗോൾഡ് ബിസിനസ് നടത്തുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അടുത്ത് അബിയുടെ വേലയൊന്നും നടക്കില്ല. അബി നിന്നെ പറ്റിക്കുകയായിരുന്നു നവിയെ. അവൻ വാങ്ങിയെത്തുന്നത് വെറും മുക്കുപണ്ടമാണ്. അല്ലാതെ ഈ മാല സ്വർണ്ണമൊന്നും അല്ല. അല്ലാതെ ഇത്രയും വിലപിടിപ്പുള്ള സ്വർണ്ണമൊന്നും ഈ ജന്മത്തെ അവന് നിനക്ക് മേടിച്ചു തരാൻ പറ്റും തോന്നില്ല. അതിനുള്ള കഴിവൊന്നും അവനില്ല. നീ ഓരോ നിമിഷവും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നവിയെ. ഇനിയെങ്കിലും നീ അവനെ മനസ്സിലാക്കാൻ നോക്ക്. ഇനി അവൻ നടത്തിയ വലിയ ചതിയുടെ കാര്യം നീ അറിയുമ്പോൾ നിനക്കത് താങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നീ തന്നെ കണ്ടുപിടിക്ക്. സ്വന്തം ഭർത്താവ് എത്രക്കാരനാണെന്നുള്ളത് നീ ആദ്യം കണ്ടുപിടിക്ക്. എന്നിട്ട് അത് മാറ്റാൻ നോക്ക്. നീ ഞാൻ ചതിയനാണെന്ന് എത്ര പറഞ്ഞാലും എൻ്റെ ഭാര്യയ്ക്ക് അതൊരു പ്രശ്നമല്ല. അത് അവളങ്ങ് സഹിച്ചു. ഇനി അഭിയെ നല്ലവനായി കാണിക്കാൻ എന്നെ മോശക്കാരനാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അവൻ്റെ തനി നിറം നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഇതുപോലെ ഷോ ഇറക്കിക്കൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കരുത് എന്ന് മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ആദർശ് അവിടുന്ന് പോവുകയാണ്. എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാണ് നവ്യ. അഭി വന്നപ്പോൾ അവൻ്റെ മുഖത്തേക്ക് ഈ മാല വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. ഇതാടാ നിന്റെ വിലപിടിപ്പുള്ള മാല, നീ തന്നെ ഇട്ടോ. ഇത് കറുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഒരു തരം സ്വർണം പോലും ഇല്ലെന്ന് ആദർശേട്ടൻ എനിക്ക് ബോധ്യമാക്കി തന്നു. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേടാ. ഇതുപോലെ എത്ര ചതിയാ നീ എന്നോട് കാണിച്ചിട്ടുള്ളത്. നീ എന്നെ ഇപ്പോഴും ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. നീ ഒരു ദുഷ്ടനാണ്. നിന്റെ മനസ്സിൽ ഒരു തുള്ളി നന്മ പോലുമില്ല. ഇനി മുതൽ അബിയെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ്റെ ഓരോ പ്രവൃത്തിയും വാച്ച് ചെയ്യണം. അവൻ ശരിക്കും മാറിയിട്ടൊന്നുമില്ലെന്നാ തോന്നുന്നേ. എന്താ സത്യങ്ങളെന്ന് എനിക്ക് അറിയണം. മുത്തശ്ശനും വല്യമ്മയും ആദർശവും ഒക്കെ ഇടയ്ക്കിടയ്ക്കാണെങ്കിലും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല, അത് നീ തന്നെ കണ്ടുപിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ എന്താ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നതെന്നും എനിക്ക് അറിയുന്നില്ല. അഭിയെ അതിരുകടന്ന് വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് നാളെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ദോഷമായിട്ട് ബാധിച്ചാലോ എന്ന് വരെ നമ്മുടെ നവ്യ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട്